സോ ട്വിൻ ഫ്ലെയിം ഫിസിക്കൽ യൂണിയനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ കമൻറ്റും ഇതിന് ഞാൻ കൊടുത്ത ഉത്തരവും നോക്കാം. അപ്പോൾ ട്വിൻ ഫ്ലെയിം ഫിസിക്കൽ യൂണിയനെ പറ്റി പറയുമ്പോൾ, ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് യൂണിയൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്താണ്, അത് നിങ്ങളുടെ കർമ്മയാണ്. പിന്നെ ട്വിൻ ഫ്ലെയിം എന്താണ്, ഭൂമിയിലില്ലെങ്കിൽ എന്താണ്, അത് നിങ്ങളുടെ കർമ്മയാണ്. അതുപോലെ എന്താണ്, ട്വിൻ ഫ്ലെയിം എന്താണ് വേറെ ഗാലക്സിയിലാണെങ്കിൽ എന്താണ്, അത് നിങ്ങളുടെ കർമ്മയാണ്. വേറെ യൂണിവേഴ്സിൽ പറയും, വേറെ യൂണിവേഴ്സിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, വേറെ ടൈം ലൈനാണെങ്കിൽ, വേറെ ഡയമെൻഷനിലാണെങ്കിൽ എന്താണ്, അതൊക്കെ എന്താണ്, നിങ്ങളുടെ കർമ്മയാണ്. അപ്പോൾ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ എന്താണ്, അത് നിങ്ങളുടെ കർമ്മയാണ്. ട്വിൻ ഫ്ലെയിം ഫിസിക്കൽ യൂണിയനിൽ അല്ലെങ്കിൽ എന്താണ്, അത് നിങ്ങളുടെ കർമ്മയാണ്. അപ്പോൾ ട്വിൻ ഫ്ലെയിം ഉള്ളിലുള്ള ആ ഒരു ഇൻറ്റേർണൽ യൂണിയനും പുറത്തുള്ള ആ ഒരു ഫിസിക്കൽ യൂണിയനും രണ്ടും സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്താണ്, അത് നിങ്ങളുടെ കർമ്മയാണ്. അപ്പോൾ ട്വിൻ ഫ്ലെയിം ആയിട്ടുള്ള സെപ്പറേഷൻ, ഏത് രീതിയിലുള്ള സെപ്പറേഷൻ ആയാലും എന്താണ്, അത് നിങ്ങളുടെ കർമ്മയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മെറ്റീരിയൽ വേൾഡും ആ ഒരു സ്പിരിച്വൽ വേൾഡും തമ്മിലുള്ള ആ ഒരു ബാലൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതെന്താണ്, അത് നിങ്ങളുടെ കർമ്മയാണ്. അപ്പോൾ നമ്മൾ സാധാരണ മാസ്കുലിൻ എനർജീനെ എന്താണ്, ആ മെറ്റീരിയൽ വേൾഡായിട്ടാണ് സാധാരണ നമ്മളതിനെ കാണുക, താഴത്തെ 3 ചക്രയായിട്ടാണ് കാണാം. അപ്പോൾ നമ്മുടെ ഫെമിനിനാണല്ലോ നമ്മൾ മേലത്തെ 3 ചക്ര അല്ലെങ്കിൽ സ്പിരിച്വൽ വേൾഡായിട്ട് കാണുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ ചക്രകളും ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താണ്, അത് നിങ്ങളുടെ കർമ്മയാണ്. അതാണല്ലോ ഇന്നർ യൂണിയൻ. അപ്പോൾ നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിമായിട്ട് ഫിസിക്കൽ യൂണിയൻ വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, നിങ്ങളുടെ ബാലൻസ് എവിടെയാണ് പോയിരിക്കുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങളുടെ ഏതൊക്കെ ബിലീഫ് സിസ്റ്റത്തിലാണ് മാറ്റം വരേണ്ടതെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എന്താണ്, ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും. അതെന്താണ്, നിങ്ങളുടെ കർമ്മയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ അവരുമായിട്ട് ആ ഒരു ഫിസിക്കൽ യൂണിയനിലേക്ക് വരാനും നിങ്ങളെ ആക്ടിവേറ്റ് ചെയ്ത ശേഷം ഫിസിക്കൽ യൂണിയനിലേക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ്, അത് നിങ്ങളുടെ കർമ്മയാണ്. നിങ്ങളെന്താണ് ഈ ലൈഫ് ടൈമിൽ നിന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഈ പാസ്റ്റ് ലൈഫിനൊന്നും പറ്റി പറയാൻ താല്പര്യമില്ല. കാരണം ഞാൻ എല്ലാം കൂടി ഒരു ഇതായിട്ടായിരിക്കും ഞാൻ കാണുന്നത്. ഇങ്ങനെ ലൈഫിനെ ഞാൻ ഡിവൈഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഒരു നമ്മുടെ ആ ഒരു സോൾ പ്രോഗ്രഷൻ ആണല്ലോ ഇതൊക്കെ. എത്ര നമ്മൾ പല ലൈഫുകളായിട്ട് മുറിച്ച് കണ്ടാലും എന്താണ്, നമ്മളൊരു സോളുള്ളൂ, അത് പ്രോഗ്രസ് ചെയ്യുന്നു. ഡെത്തും റീബർത്തും ഉണ്ടാവും, നമ്മുടെ ഉള്ളിലും ഉണ്ടാവും, നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും ഉണ്ടാവും അല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ബാലൻസ് ചെയ്യാത്തത്, നിങ്ങൾ വളരെയധികം സ്പിരിച്വലായിട്ട് പോകുന്നു. DF ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വളരെയധികം സ്പിരിച്വലായിട്ട് പോയിട്ട് നിങ്ങളുടെ മെറ്റീരിയൽ വേൾഡ് എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങളുടെ പർപ്പസ് അതല്ലേ, നിങ്ങൾ ഈ സ്പിരിച്വാലിറ്റീനെ മെറ്റീരിയൽ വേൾഡിലേക്ക് കൊണ്ടുവന്നിട്ട് എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ താഴത്തെ 3 ചക്ര ബാലൻസ് ചെയ്യണം. നിങ്ങൾക്ക് സേഫായിട്ടൊരു സ്ഥലം ഉണ്ടാക്കണം അല്ലേ, നിങ്ങളുടെ ഒരു സേഫ്റ്റി ഉണ്ടാക്കണം, കമ്മ്യൂണിറ്റി ഉണ്ടാക്കണം, നിങ്ങളുടെ ആ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു സെൽഫ് ഉണ്ടാക്കണം. അത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സ്പിരിച്വലായിട്ട് പോയിട്ട് ഞാൻ 5D ആണ്, എൻ്റെ മസ്കുലിൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ 5D യൂണിയനിലാണെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങളുടെ കർമ്മയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളത്, നിങ്ങളുടെ സോൾ എന്താണ് ചൂസ് ചെയ്തിട്ടുള്ളത്, അത് നിങ്ങളുടെ കർമ്മയാണ്. അപ്പോൾ നിങ്ങളത് ചൂസ് ചെയ്തിട്ട് പിന്നെ ട്വിൻ ഫ്ലെയിം എന്താണ് 5D യൂണിയനിലേക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാവരും വരണമെന്നില്ല എന്നങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങളുടെ സോളിൻ്റെ ചോയ്സാണ്. അപ്പോൾ ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർ വരുന്നത് തന്നെ നിങ്ങളെ വേക്കൻ്റ് ആക്കാനും, നിങ്ങളുടെ ആ ഒരു വേക്കനിങ് ജേണിയിൽ 2 പേരും വേക്കൻ്റായി യൂണൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. പക്ഷെ പലർക്കും എന്താണ്, പലർക്കും നിങ്ങൾ പലരെയും നിങ്ങളെ ഈ ഒരു ജേണിയിൽ നിങ്ങളെ വേക്കൻ്റ് ആക്കാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്തിട്ട് കണ്ടുമുട്ടുന്ന നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ പോലും നിങ്ങളിപ്പോൾ ട്വിൻ ഫ്ലെയിം എന്ന് വിളിക്കുന്നുണ്ടല്ലേ. പക്ഷെ അതൊന്നല്ല, ട്വിൻ ഫ്ലെയിം വരുന്നത് നിങ്ങളെ വേക്കൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് പാരലായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് മിഷൻ ഉള്ളപ്പോഴാണെന്ന് പറയാം അല്ലേ. അത് നിങ്ങളുടെ തന്നെ മിഷനാണ്, നിങ്ങളുടെ റിയാലിറ്റി ചേഞ്ച് ചെയ്യണത്. നിങ്ങൾക്കിങ്ങനെ ഒരു റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾ വേൾഡ് ചേഞ്ച് ചെയ്യുന്നതെന്ന് ഞാൻ പറയണില്ല, നിങ്ങളുടെ പർപ്പസ് അതാണെന്ന് പറയണില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക, റിയാലിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വേറെ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് പറ്റാത്തൊരു വൈബ്രേഷനിലാണ്, ഭയങ്കര 3Dയിലാണ് വന്ന് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വിഷമം ഉണ്ടാവും, അതിനനുസരിച്ച് ബുദ്ധിമുട്ടുകളും പെയിനും ഉണ്ടാവും. അപ്പം എന്താണ്, നിങ്ങൾ ആ മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരുമ്പോഴതാണ് നിങ്ങളുടെ റിയാലിറ്റിയിലോ മാറ്റം സംഭവിക്കും. അതൊക്കെ അങ്ങനെ തന്നെ, നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ഒരു ഗെയിമാണത്. അപ്പോൾ ഗെയിമെന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. നിങ്ങൾ തന്നെയാണല്ലേ അത്, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എക്സിസ്റ്റൻസ് അല്ലേ,
അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ടിൻ ഫ്ലെയിമായിട്ട് ഫിസിക്കൽ യൂണിയൻ നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾ ടിൻ ഫ്ലെയിം ആണെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ഫിസിക്കൽ യൂണിയൻ ഉണ്ടാകും. അല്ലെങ്കിൽ എന്താണ്, അവർ ഹീലായിട്ടില്ല, അവർക്ക് എന്താണ്, അവർക്ക് അവരുടെ ആ ഒരു സോൾ കണക്ഷൻ അല്ല അത്. സ്വന്തം സോളിനെ ആരെങ്കിലും ലവ് ചെയ്യാണ്ടിരിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. അപ്പോൾ സ്വന്തം ടിൻ ഫ്ലെയിമിന് എന്താണ്, എല്ലാവരും സ്നേഹിക്കും. അപ്പോൾ അവരും സ്നേഹിക്കും, ഡി എമ്മും സ്നേഹിക്കും, ഡി എഫും സ്നേഹിക്കും. അത് ഭയങ്കര സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ലവ് ആണ്. പക്ഷെ അത് ഹീലിംഗ് ആണെന്നുള്ളതാണ്. നിങ്ങൾ ഹീലാവണം, നിങ്ങളുടെ അതിലാണ് അവരുടെ സ്നേഹം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഹീലിംഗ് ആണ് അതിൻ്റെ ബേസിസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങളുടെ ഡി എം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ലെങ്കിൽ എന്താണ്, അവർ ഹീൽ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ അവരെ ഹീൽ ചെയ്യാൻ സഹായിക്കണില്ല, നിങ്ങൾക്ക് അവരെ വേണം. അപ്പോൾ അവരോട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നേഹം എന്താണ്, അവർക്ക് എന്താണ്, അവരെ ഹീൽ ചെയ്യാനുള്ള ആ ഒരു സമയം അവർക്ക് കൊടുക്കുക, അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഫിസിക്കൽ യൂണിയൻ പറ്റാത്തത്. നിങ്ങളെന്താണ്, അവർ അൺകണ്ടീഷണലി സ്നേഹിക്കുക, അങ്ങനെയും പറയാം. നമ്മൾ ആ ടേം നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അൺകണ്ടീഷണൽ അങ്ങനെയൊന്നും പറയേണ്ട, നിങ്ങൾ ഹീലിംഗ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളൊരു അൺകണ്ടീഷണൽ ലവ് കൊടുക്കാനും ഞാൻ പറയുന്നില്ല, അങ്ങനെയൊന്നും നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ സ്വന്തം ഹീലിംഗ് നോക്കുക. സ്വന്തം ഹീലിങ്ങിൽ പോയിട്ടുണ്ടെങ്കിൽ എന്താണ്, ടിൻ ഫ്ലെയിം എന്താണ്, അവർക്ക് അവരുടെ ജേണി അവരുടേത് അല്ലേ. അപ്പോൾ ടിൻ ഫ്ലെയിം ഫിസിക്കൽ യൂണിയനും ഉണ്ടാവണം അല്ലേ. അതുണ്ടായിട്ടില്ലെങ്കിൽ എന്താണ്, നിങ്ങളുടെ കർമ്മയാണ്, അത് ഉണ്ടാവുമ്പോൾ ഉണ്ടാവും അല്ലേ. പിന്നെ ഒരു കാര്യം, എന്താണ് സെപ്പറേഷൻ? അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ഡിഫൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ സെപ്പറേഷൻ എന്ന് നമ്മൾ പറയണത് പലപ്പോഴും നമ്മുടെ പല ബിലീഫ് സിസ്റ്റംസാണ്. നമ്മുടെ 3D റിയാലിറ്റിയിൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ ഒരുമിച്ചല്ല, അങ്ങനെ ഒരുപാട് ബിലീഫ് സിസ്റ്റം അതിൻ്റെ പിന്നിലുണ്ട്. മാരേജ് ഉണ്ട്, ഡിവോഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസും പേപ്പറും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണ് യൂണിയൻ, എന്താണ് സെപ്പറേഷൻ? ഇതൊക്കെയാണോ സെപ്പറേഷനും യൂണിയനും? നിങ്ങൾക്ക് വേറൊരാളോടുള്ള ഒരു സോൾ ബോണ്ട് അല്ലേ ശരിക്കും യൂണിയൻ? നിങ്ങളും അവരും ഒരുമിച്ചും വളരുന്ന ആ ഒരു അവസ്ഥയല്ലേ ശരിക്കും യൂണിയൻ? നിങ്ങൾ പരസ്പരം ഹീലാക്കുന്ന ആ ഒരു അവസ്ഥയല്ലേ ശരിക്കും യൂണിയൻ? അല്ലാതെ നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ എഗ്രിമെൻ്റൊക്കെ ആക്കി നിങ്ങളങ്ങനെ ഒരു കൂടെ കീഴിലാവുന്നതാണോ യൂണിയൻ? അപ്പോൾ ടിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത് സോൾ ബോണ്ടാണ്. അത് നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ നിങ്ങൾ യൂണിയനിലാണ്. നിങ്ങൾ യൂണിയനിലാണ്. നിങ്ങളെന്താണ്, ചുറ്റും നിങ്ങൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു ഗെയിം പോലെ നിങ്ങളൊരു റിയാലിറ്റി, സെപ്പറേഷൻ്റെ ഒരു റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. കാരണം എന്താണ്, നിങ്ങൾക്ക് എന്താണ് ജനിക്കേണ്ടത്. നിങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ എന്താണ്, 2 സ്ഥലത്താവും. ജനിക്കാനുള്ള ആ ഒരു എൻവിയോൺമെൻ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ 3D റിയാലിറ്റിക്ക് വരുമ്പോൾ നമുക്ക് വേണ്ട ആ ഒരു ഘടകങ്ങളാണല്ലേ. നിങ്ങൾക്ക് ഇവിടെ ബർത്ത് ആവണ്ടേ. അപ്പോൾ അങ്ങനെയാണ് കാർമിക്സ് ഉണ്ടാവുന്നത്. നിങ്ങളിങ്ങോട്ട് കൊണ്ടുവരാനാണ് കാർമിക്സ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ കാർമിക്കിനെ കളയും. അപ്പോൾ നമുക്ക് ഗോഡ് നിങ്ങളെ മാസ്കുലിൻ ഫെമിനിൽ നിന്ന് സ്പ്ലിറ്റായ ആ ഒരു അനുഭവത്തെ അനുഭവിക്കാൻ, 2 ബോഡിയിൽ അനുഭവിക്കാൻ നിങ്ങൾക്ക് എന്താണ് സാധ്യമാകില്ല അതുകൊണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ് സെപ്പറേഷൻ, എന്താണ് യൂണിയൻ. നിങ്ങൾ തമ്മിൽ ഒരുമിച്ച്, നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽ നിങ്ങൾ പാരലലായിട്ട് വളരുന്നു. നിങ്ങൾ പാരലലായിട്ട് എന്താണ്, ടെലിപാത്തിക്കലി ഇൻഫോർമേഷൻ കൈമാറുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോണ്ട് ഉണ്ട്. നിങ്ങൾ എന്ത് നല്ല ആ ഒരു നിങ്ങൾക്കറിയാമല്ലേ സോൾ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെത്ത്, റീബർത്ത്, ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ, അങ്ങനെ ഒരുപാട് അഡ്വഞ്ചറുകളിൽ കൂടെ നിങ്ങൾ ഒരുമിച്ച് കടന്നു പോകുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് മാസ്കുലിൻ ഫെമിനിൻ പ്രിൻസിപ്പിൾ തമ്മിലുള്ള ആ യൂണിവേഴ്സിൽ ആ ഒരു പ്രിൻസിപ്പിൾ തമ്മിലുള്ള ആ ഒരു ഗോഡിൻ്റെ ആ ഒരു ഫോം, ആ ഒരു ബന്ധമാണ് നിങ്ങൾ ഈ ചെറിയ 2 ബോഡികളിലൂടെ നിങ്ങൾ അനുഭവിക്കുന്നത്. അത് നിങ്ങളെക്കാളും അപ്പുറമാണ്. നിങ്ങളുടെ ശരീരത്തിനെക്കാട്ടും മൈൻഡിനെക്കാട്ടും ഈഗോയെക്കാളൊക്കെ അപ്പുറമാണ് നിങ്ങളുടെ ആ ഒരു ടിൻ ഫ്ലെയിം റിയാലിറ്റി. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയണത്, അത് സ്ക്രിപ്റ്റഡ് ആണ് അല്ലേ. നിങ്ങൾ ഗോഡിക്ക് നമുക്കുള്ളൊരു യൂണിയൻ സ്ക്രിപ്റ്റഡ് ആണ്. അപ്പോൾ ടിൻ ഫ്ലെയിം നിങ്ങൾക്ക് എന്താണ്, അങ്ങനെ വളരെ ഗ്രോത്ത് കൊണ്ടുവരുന്ന ഒരു പാർട്ട്ണറാണ്, നിങ്ങളുടെ കൗണ്ടർ പാർട്ടാണ്. അപ്പോൾ അവിടെ എവിടെയാണ് സെപ്പറേഷൻ? എവിടെയാണ് അവിടെ സെപ്പറേഷൻ അല്ലേ? അപ്പോൾ നിങ്ങളതൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് അറ്റാച്ച്മെൻ്റ് ആണത്. അവർ സ്നേഹിക്കുന്നുണ്ട്, അവർ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കും. അത് അവരുടെ ഹീലിംഗ് പ്രോസസ്സാണ്. നിങ്ങളും പഠിക്കും. നിങ്ങളുടെ സ്നേഹവും പ്യുവറാണോ, നിങ്ങൾ ഏത് രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്രോത്ത് നടക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആ സെൽഫ് എക്സ്പ്രഷനും മാറും. അപ്പം അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പം നിങ്ങളെ ഗ്രോ ചെയ്യുമ്പോൾ, നിങ്ങളുടെ ആ ഈഗോ ഡെത്തൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടും, നിങ്ങൾക്ക് പീസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും കൂടെ വ്യക്തമാവും. നിങ്ങൾ എന്താണ് യൂണിയൻ എന്നുള്ളത്, നിങ്ങൾ യൂണിയനിലാണോ എന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ്.
അപ്പോൾ നിങ്ങളുടെ പീസാണ് നിങ്ങളുടെ യൂണിയൻ, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഇത്, നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ കാർമിക്കിനൊക്കെ കളയുമ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് നമുക്കറിയാം എല്ലാവരും ടിൻ ഫ്ലെയിം ആയവർക്ക് തീർച്ചയായും എന്താണ് ഇങ്ങനെ പാരലായിട്ടുള്ളൊരു വളർച്ചയും ഗ്രോത്തൊക്കെ ഉണ്ടാവും. നിങ്ങൾ എപ്പോഴാണ് യൂണിയൻ പിന്നെ റിയലൈസ് ചെയ്യാനിരിക്കുന്നത്? നിങ്ങൾ ഭൂമിയിലാണ്, നിങ്ങൾ 2 പേരും ഇവിടെ ഉണ്ട്, അതല്ല യൂണിയൻ. അപ്പോൾ നിങ്ങളിങ്ങനെ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓൾറെഡി ഉള്ള യൂണിയൻ റിയലൈസ് ചെയ്യാണ്ട് നിങ്ങളിങ്ങനെ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇല്യൂഷൻ്റെ ഫീലിംഗ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും ഇവിടെ ജീവിക്കുമ്പോൾ അല്ലേ. നിങ്ങൾ ഗ്രോ ചെയ്യും, നിങ്ങൾ മാറും, ടിൻ ഫ്ലെയിംസ് ഗ്രോ ചെയ്യും. നിങ്ങൾ യൂണിവേഴ്സ് നല്ല പുഷ് തരില്ല നിങ്ങൾക്ക് അല്ലേ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ വളരാണ്ട് ഒരു സമയം പോലും നിങ്ങൾക്ക് ലെസൺസ് തരാണ്ട് യൂണിവേഴ്സ് ഇരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കൺസെപ്റ്റും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനുമായി ഒരു സെഷൻ ബുക്ക് ചെയ്യാൻ എന്താണ്, നിങ്ങളതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലോ അല്ലെങ്കിൽ എൻ്റെ എബൌട്ട് സെഷനിൽ പോവുക. അവിടെ എൻ്റെ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്, അവിടെ നിന്ന് സർവീസസ് എടുക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.